ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ മത്സരത്തിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എങ്ങനെയാണ് ബിഗിനേഴ്സിന് വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റിൻ്റെ റിപ്ലൈസ് ആണ് ഈ വീഡിയോയിൽ ഉള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഷോർട്ട് വീഡിയോ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ ഷോർട്ട് വീഡിയോക്ക് താഴെ ചോദിച്ചിട്ടുണ്ട് സ്ലോ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ സ്ലോ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും ഡൗട്ട്സുകളൊന്നും ക്ലിയർ ആവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത് ഏത് കളറായാലും പോരെ എന്നാണ് ചോദിക്കുന്നത്. നമ്മളൊരു മത്സരത്തിനൊക്കെ പോകുമ്പോൾ വൈറ്റ് പോപ്ലിൻ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ നിങ്ങൾ മത്സരത്തിനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കോ വേറെ എന്ത് കളേഴ്സും യൂസ് ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു മത്സരത്തിന് പോകുമ്പോൾ വൈറ്റ് പോപ്ലിൻ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുക. പിന്നെ ആ പോപ്ലിൻ ക്ലോത്ത് എവിടെ നിന്ന് കിട്ടുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് കിട്ടുമല്ലോ, ടൈലറിങ് മെറ്റീരിയൽസ്, അതായത് ബട്ടർ ഹൗസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പ്, ഇവിടെയൊക്കെ ഈ സാധനം കിട്ടും കേട്ടോ. പോപ്ലിൻ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് LPക്ക് 1 മീറ്റർ തുണിയിൽ പ്രിൻറ്റിങ് ചെയ്താൽ മതി എന്നാണ് പോകുന്ന എല്ലാ സ്കൂളിൽ നിന്നും പറയാറുള്ളത് എന്നുള്ളത്. ഞാനിവിടെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് മാനുവലിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. LP വിഭാഗത്തിന് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് ഒരു പില്ലോ കവറും ഒരു ടേബിൾ ക്ലോത്തുമാണ് ചെയ്യേണ്ടത്. അതൊരു പില്ലോ കവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 60 × 30 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ടേബിൾ ക്ലോത്ത് 1 മീറ്ററാണ്, അതായത് 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ. അതായത് LP വിഭാഗത്തിന് 1 മീറ്ററിൻ്റെ ടേബിൾ ക്ലോത്തും ചെയ്യണം, ഒരു പില്ലോ കവറും ചെയ്യണം. അതായത് പില്ലോ കവറിൻ്റെ അളവ് 60 സെൻറ്റിമീറ്റർ × 30 സെൻറ്റിമീറ്റർ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പില്ലോ കവറിൻ്റെ 2 ഭാഗവും ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി കേട്ടോ. പിന്നെ നാലാമത്തെ ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നാലാമത്തെ ചോദിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് നമ്മുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഡ്രോയിങ്ങിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഡ്രോയിങ്ങിൻ്റെ ഗ്രൂപ്പിൽ ഫാബ്രിക് പെയിൻറ്റിങ്ങും ഗ്ലാസ് പെയിൻറ്റിങ്ങും അങ്ങനത്തെ എല്ലാ ഐറ്റംസും പഠിപ്പിക്കലുണ്ട്. പക്ഷേ അത് കാര്യമായിട്ട് അതിൽ പഠിപ്പിക്കുന്നത് ഡ്രോയിങ് എങ്ങനെ പഠിക്കുക എന്നുള്ളത്, അതായത് ചിത്രരചന ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഡ്രോയിങ്ങിൻ്റെ ഗ്രൂപ്പ്. അല്ല തൽക്കാലം നമ്മൾ സ്കൂളിൽ ഓരോ കോമ്പറ്റീഷൻ വരുമ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പല്ല. നമ്മളതിൻ്റെ ലിങ്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ലിങ്കിൽ കയറിയിട്ട് ഒരുപാട് കുട്ടികൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. പക്ഷേ പലരും ഹോംവർക്ക് ചെയ്യാൻ മടി കാണിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ അതിൽ താല്പര്യമുള്ള കുട്ടികൾ, അത്രയും താല്പര്യമുള്ള കുട്ടികൾ മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം ഇത് എല്ലാവർക്കും അറിയാം, പുറത്ത് നല്ല ഫീ ഒക്കെ കൊടുത്തിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടും വർക്ക് ചെയ്യാനും വയ്യ, ഒന്നിനും വയ്യാത്ത ആൾക്കാർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അത്രയും താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ ചോദിച്ചിട്ടുള്ളത് എന്താണ്, അഞ്ചാമത് നമ്മുടെ വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിന് ബ്രഷ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നിങ്ങൾ വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ ആ ക്ലോത്തിൽ ബ്രഷ് വെച്ചിട്ട് വരക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഡിസൈൻ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു ഡിസൈൻ്റെ മേലെ കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം ബ്രഷ് യൂസ് ചെയ്യുക കേട്ടോ. മത്സരത്തിനൊക്കെ പോകുമ്പോൾ ബ്രഷ് വെച്ചിട്ട് വരക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഡിസ്ക്വാളിഫൈഡ് ആവും കേട്ടോ. പിന്നെ ആറാമത് ചോദിച്ചിട്ടുള്ളത് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൽ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ എന്നുള്ളത്. നമ്മളൊരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അങ്ങനെ ചെയ്ത് വെച്ചാലാണ് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഫ്രീ ആകുമ്പോഴാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും ഇൻട്രസ്റ്റുള്ള കുട്ടികൾ സബ്സ്ക്രൈബിൻ്റെ കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഓളൊന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. അല്ലാതെ നിവൃത്തിയില്ല. കറക്റ്റ് സമയത്തിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ ഒരുപാട് വർക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 7ാമത് ചോദിച്ചിട്ടുള്ളത് ഹൈസ്കൂളിൽ സബ് ജില്ലാ കോമ്പറ്റീഷൻ നടത്താറില്ലേ എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ സബ് ജില്ലയിലേക്ക് LP ആണെങ്കിലും UP ആണെങ്കിലൊക്കെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുക. സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ഹൈസ്കൂളിൽ നിന്ന് സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ചില സബ്ജക്റ്റിൽ, അതായത് ചില വിഷയങ്ങളിൽ, ചില ഐറ്റംസിൽ LPന്ന് ചിലപ്പോൾ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകാറില്ല. ഓക്കെ. 8ാമത് ചോദിച്ചിട്ടുള്ളത് വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൻ്റെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം ശ്രമിക്കുക. ഓക്കെ. ഫ്രീ ഉള്ള ഒരു സൺഡേ മാത്രമേ ഫ്രീ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. ടൈം കിട്ടുമ്പോൾ നമ്മൾ ചെയ്യാം കേട്ടോ. പിന്നെന്താണ് 9ാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് പോപ്ലിൻ ക്ലോത്ത് ഉണ്ടല്ലോ, പില്ലോ കവർ ഓൺലൈനിൽ കാണുന്നുണ്ട്, പക്ഷേ സൈസ് കൂടുതലാണ്, കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു മത്സരത്തിൻ്റെ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള അളവിൽ കുറഞ്ഞാലാണ് പ്രശ്നമുള്ളത്. കൂടിപ്പോയാലൊരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാം. പിന്നെ 10ാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് പപ്പായ വെജിറ്റബിൾ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാനൊരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും കുറച്ചുകൂടി കംഫർട്ട് ഈ ഒരു പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെയാണ് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് പപ്പായ വെച്ചിട്ട് ഒക്കെ ഡിസൈൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ഡിസൈൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ചില ആൾക്കാർക്ക് പപ്പായ കുറച്ച് അലർജി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ ഇത് യൂസ് ചെയ്യാതൊക്കെയാണ് നല്ലത്. മത്സരത്തിനൊക്കെ പോകുമ്പോൾ പൊട്ടറ്റോ ക്യാരറ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം.